അല്ല, എത്ര വയസ്സിലാ ഏട്ടനെ പ്രസവിച്ചത്? 17. 17 വയസ്സില്. ഇപ്പൊ എത്രയായി വയസ്സറിയോ? 77 വയസ്സ്. ഇപ്പൊ 77. ഇപ്പൊ ഈ മീനമാസം വന്നാ തികയും. മുത്തുവിന് 60 വയസ്സ് മകരത്തിൽ തികയും. 40 വയസ്സ് കന്നിമാസത്തിൽ അണക്ക് തികയും. 50 വയസ്സ്. 10 വയസ്സാണ് മുത്തുവിനെ. എനിക്ക് 50 വയസ്സായി. 50 വയസ്സ്. ശരിയാണ്. 50 എന്നെ എത്ര വയസ്സിലാ പ്രസവിച്ച്? അന്നെ 23 വയസ്സായിട്ടുണ്ടാവും. 17 വയസ്സിൽ മുത്തുവിനെ 10 വയസ്സ് വിട്. ബാക്കി കണക്കാക്കി നോക്കാം. 17, 27 വയസ്സില്. 27ാമത്തെ വയസ്സില്. അത്ര തന്നെ ആയിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, നമസ്കാരം. ഇത് എൻ്റെ അമ്മ. പേര് സീത എന്നാണ്. എൻ്റെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. ഒരു നല്ലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അമ്മയും ഞാനും ശൈലജയ്ക്കുള്ള വീഡിയോ. എന്തായാലും ഇതാണ് എൻ്റെ അമ്മ. പറഞ്ഞു കേട്ടില്ലേ, 77 വയസ്സായി. 17ാമത്തെ വയസ്സിൽ എൻ്റെ ജ്യേഷ്ഠനെ പ്രസവിച്ച് 27ാമത്തെ വയസ്സിലാണ് എന്നെ പ്രസവിക്കുന്നത്. അതായത് അമ്മയുടെ ആദ്യ ഭർത്താവ്, അതായത് ഏട്ടൻ്റെ അച്ഛൻ മരണപ്പെട്ടതിന് ശേഷം 10 വർഷങ്ങൾക്ക് ശേഷമാണ്, അല്ലെങ്കിൽ 8-9 വർഷത്തിന് ശേഷമാണ് എൻ്റെ അച്ഛനുമായിട്ടുള്ള ബന്ധം അമ്മ തുടങ്ങുന്നത്. അവിടുന്ന് എന്നെ ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്ത് ആ ഒരു ബന്ധം ഇതേപോലെ തകർന്നുപോയി. അതിനുശേഷം അമ്മ നാട്ടിലെത്തി. ഇവിടെ ഒരുപാട് പോരാടിയതിനു ശേഷമാണ് ഇവിടെ ജീവിക്കാനുള്ളൊരു മാർഗം അമ്മ ഉണ്ടാക്കിയെടുത്തത്. 27 വയസ്സിലൊരു സ്ത്രീ വിധവാവുക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു 25 വയസ്സിലൊക്കെ വിധവയാവുക എന്ന് പറയുമ്പോൾ അറിയാലോ നമ്മുടെ സമൂഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ. കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ അതിനുശേഷമാണ് അമ്മയ്ക്ക് മറ്റൊരു ബന്ധം ഉണ്ടാവുന്നതും അതിൽ ഞാൻ പിറക്കുന്നതും. അതുകൊണ്ട് തന്നെ ജ്യേഷ്ഠനും ഞാനും 2 അച്ഛന്മാർക്കുണ്ടായ മക്കളാണ്. ഏട്ടൻ്റെ അച്ഛൻ്റെ പേരാണ് എനിക്ക് കടമായിട്ട് അമ്മ സ്കൂൾ സർട്ടിഫിക്കറ്റിലൊക്കെ കൊടുത്തിട്ടുള്ളത്. ഞാൻ അച്ഛനെ കണ്ടിട്ടില്ല. ഏട്ടനും അച്ഛനെ കണ്ടതായിട്ട് വലിയ ഓർമ്മ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഒരു ചെറിയൊരു ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. കാരണം വളരെ ചെറുപ്പത്തിൽ തന്നെ ഏട്ടനെ പ്രസവിച്ച ഒരു 3-4 വയസ്സാകുമ്പോൾ തന്നെയാണ് ഏട്ടൻ്റെ അച്ഛൻ മരിച്ചു പോകുന്നത്. അതിനുശേഷം കുറേ കാലം അമ്മ ആ വീട്ടിലും ഭർത്തൃ വീട്ടിലും അതുപോരായിട്ട് അമ്മയുടെ സഹോദരങ്ങളുടെ വീട്ടിലും കുടുംബങ്ങളുടെ വീട്ടുകളിലൊക്കെ ജീവിച്ച് 10-27 വയസ്സ് വരെ, 10-25 വയസ്സ് വരെ ജീവിച്ചു. ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചു. അതിനുശേഷമാണ് അമ്മ പിന്നീട് ഒരു 10-25 വയസ്സിലൊക്കെ ആയിട്ട് എൻ്റെ അച്ഛനായിട്ട് പരിചയപ്പെടുന്നതും സ്നേഹിക്കുന്നതും അവരൊരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നതൊക്കെ. അപ്പോൾ ബന്ധുക്കളൊക്കെ അതിന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെ അതിനുശേഷം എന്നെ ഗർഭം ധരിച്ച സമയത്ത് അച്ഛൻ ഒഴിവായി പോവുകയാണ് ചെയ്തത്. എൻ്റെ അച്ഛൻ ഇന്ന് വാവ് ബലിയാണ്, അറിയാലോ, കർക്കിടക വാവാണ്. ഞാൻ ഇന്ന് വരെ എൻ്റെ അച്ഛന് ഞാൻ ബലിയിട്ടിട്ടില്ല. ഞാനിട്ട് ഇടൂല്ല. കാരണം എനിക്കറിയില്ല അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ടോ മരിച്ചുപോയോ എന്ന് എനിക്കറിയില്ല. ഞാൻ അമ്മയോട് അതിനെക്കുറിച്ചൊന്നും ചോദിച്ചിട്ടില്ല. കാരണം അത് അമ്മയ്ക്ക് സങ്കടമാവുമെന്ന് എനിക്കറിയാം. എനിക്ക് അച്ഛൻ്റെ പേര് പോലും അറിയില്ല. സമൂഹം അംഗീകരിച്ചൊരു ബന്ധം തന്നെയായിരുന്നു, അതായത് കുടുംബങ്ങൾക്ക് അംഗീകരിച്ചൊരു ബന്ധം ആണെങ്കിൽ പോലും പിന്നീട് അമ്മ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. കാരണം നമ്മുടെ ജീവിതം അങ്ങനെയായിരുന്നു. ഒരുപാട് സങ്കടപ്പെട്ട് ജീവിച്ച ഒരാളാണ്, ഒരുപാട് ദുരിതം അനുഭവിച്ച ഒരാളാണ്. സോഷ്യൽ മീഡിയയിൽ ഇതിങ്ങനെ പറയുമ്പോൾ അതിനൊരു മോശമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. കാരണം ഓരോരുത്തരുടെ ജീവിതത്തിലും ഇതുപോലുള്ള അനവധി വേദനകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. ഇന്ന് എൻ്റെ അമ്മ എൻ്റെ കൂടെയാണ്. ഞാനങ്ങനെ പൊന്നുകൊണ്ട് മൂടാനോ പാൽപ്പായസം വെച്ച് കൊടുക്കാനോ എനിക്ക് കഴിവില്ല. ഉള്ള കഞ്ഞി നേരത്തിന് എൻ്റെ ഭാര്യ വെച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിച്ചമ്മ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. അമ്മയ്ക്ക് പറ്റുന്ന പണികളൊക്കെ അമ്മ അവിടെ ചെയ്യാറുണ്ട്. എൻ്റെ ഭാര്യ നന്നായി സഹായിക്കും. എൻ്റെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ ഏട്ടനായിരുന്നു. കാരണം അതാർക്കും അങ്ങനെയാണ്. ഒരു അമ്മയെ സംബന്ധിച്ച് ആദ്യത്തെ കൺമണിയോട് കൂടുതൽ ഇഷ്ടം തോന്നും. ഇവിടെ എൻ്റെ ഭാര്യ ശൈലജയ്ക്ക് എൻ്റെ മൂത്ത മോനോട് ഭയങ്കര ഇഷ്ടമാണ്. അവൻ പാതിരാത്രി കയറി വരുന്നവരെ അവൾ ഉറങ്ങില്ല. രണ്ടാമത്തെ മോനുണ്ട്, അവൻ അതിലേറെ വൈകിട്ടാണ് വരിക. തിയേറ്ററിൽ ഒരു ജോലിക്കാരനായതുകൊണ്ട് അവൻ സെക്കൻഡ് ഷോക്കെ വിട്ടിട്ട് ആണ് വരിക. അവൻ വന്നാലേണ്, അവൻ വന്ന് വാതിൽ തുറക്കുമ്പോൾ ആ ശബ്ദം കേട്ടാലേ എനിക്ക് ഉറക്കം വരുള്ളൂ. മൂത്തവരോട് എനിക്ക് സ്നേഹമില്ലായിട്ടല്ല, അവന് കുറച്ചും കൂടി പോരുമയുണ്ട്. 10-28 വയസ്സായി, ആരോഗ്യമുള്ള ആളാണ്. ചെറിയവൻ അങ്ങനെയല്ല, കുറച്ച് ആരോഗ്യ കമ്മിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവന് കണ്ണിനൊക്കെ പ്രശ്നമുള്ള ഒരാളാണ്.
അപ്പം അങ്ങനെ അവൻ വന്നാൽ എനിക്ക് ഉറക്കം വരുള്ളൂ. ശൈലജ മൂത്തവൻ വന്നു കഴിഞ്ഞാൽ അവന് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അവൾ പോയി ഉറങ്ങും. അമ്മമാരുടെ സ്നേഹം എന്ന് പറയുന്നത് നമുക്ക് അളന്ന് വെക്കാൻ പറ്റില്ല, അറിയാലോ. എല്ലാ മക്കളോടും അവർക്ക് സ്നേഹം ഉണ്ടാവും. പക്ഷെ ആദ്യമായിട്ട് നൊന്ത് പ്രസവിക്കുന്ന ഒരു മകനെ, ആദ്യമായിട്ടൊരു കുഞ്ഞിനെ കയ്യിലെടുക്കാൻ കഴിയുക, അല്ലെങ്കിൽ ആദ്യമായിട്ടൊരു കുഞ്ഞിനെ ഗർഭം ധരിക്കുക പറയുക എന്ന് പറയുമ്പോൾ അത് സ്ത്രീകളെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് ലാളനയും കൊഞ്ചലും സ്നേഹവും വാത്സല്യമൊക്കെ മൂത്ത മകന് അല്ലെങ്കിൽ മൂത്ത മകൾക്ക് കൊടുത്തിരിക്കും. അതാണ് സത്യം. നിങ്ങളായാലും ഞങ്ങളായാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഒരു കർക്കിടക വാവിൽ ഓർക്കേണ്ടതല്ല നമ്മുടെ മാതാപിതാക്കൾ. അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് സ്നേഹിക്കുക. എൻ്റെ ഏട്ടൻ എൻ്റെ അമ്മയെ തിരിഞ്ഞു നോക്കില്ല, കുറേ കാലം ആയിപ്പോൾ. ഞങ്ങൾ തമ്മിലുള്ളൊരു പിണക്കം കാരണമാണ്. ഇതൊന്നും പബ്ലിക്കിൽ പറയേണ്ടതല്ല. പക്ഷെ ചിലപ്പോൾ അമ്മയ്ക്ക് മുന്നേ ഞാൻ അടുത്ത വർഷത്തേക്കൊക്കെ പോവാം, പറയാൻ പറ്റില്ല. പഴയ ആരോഗ്യം, ഇന്നത്തെ ആരോഗ്യമൊക്കെ പ്രശ്നങ്ങളുണ്ടല്ലോ. എനിക്ക് അമ്മയ്ക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഒരു നല്ല ഡ്രസ്സോ അല്ലെങ്കിൽ നല്ലൊരു ഭക്ഷണമൊന്നും ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ റേഷനരി വാങ്ങുമ്പോൾ അതിൽ നിന്നുള്ള കഞ്ഞിയാണ് അമ്മയ്ക്ക് കൊടുക്കുന്നത്. പലപ്പോഴും അമ്മയെവിടെയൊക്കെ കൊണ്ടുപോയിട്ട് നല്ല ഭക്ഷണങ്ങൾ വാങ്ങിക്കൊടുക്കണം. ഓണത്തിന് വിഷുവിനൊക്കെ അമ്മയ്ക്ക് നല്ല കോടി തുണികൾ എടുത്തു കൊടുക്കണം എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കാറുണ്ട്. അമ്മ എന്നും ആരുടെയും ആശ്രയത്തിലൊന്നല്ല ജീവിക്കുന്നത്. വയസ്സായ ആളുകൾ ഒരുപാട് പിച്ചെടുത്ത് ജീവിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ. പക്ഷെ എൻ്റെ അമ്മ പിച്ചെടുത്തിട്ടല്ല, മറിച്ച് അമ്മ ഈ കണ്ണിന് ഊതും. അതുപോലെ തന്നെ ഈ വിഷം തട്ടിക്കഴിഞ്ഞ മുള്ളോ കാര്യങ്ങളോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലുമൊക്കെ പഴുതാരൊക്കെ കടിച്ചിട്ട് ചില ആളുകൾക്ക് വിഷം ആയി അത് സെപ്റ്റിക്കായി പ്രശ്നം വരില്ലേ, അങ്ങനെ അതൊക്കെ മരുന്ന് വെച്ച് ഊതി കെട്ടിക്കൊടുക്കും, അതൊക്കെ മാറ്റും. അതുപോലെ ഈ ചിക്കൻ ബോക്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് മാറുന്നവരെ അമ്മ അവരെ സംരക്ഷിക്കും. ഇവിടെ പല വീടുകളിലും അമ്മ അങ്ങനെ പോകാറുണ്ട്. അമ്മയെ വിളിക്കും ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞാൽ. അമ്മ നല്ല സ്നേഹത്തോടെ പരിചരിക്കും. ഇന്നും ശ്രീജ ടീച്ചർ പറഞ്ഞിട്ട് ഇവിടെ അടുത്തുള്ള ഞങ്ങളുടെ പഴയ ജില്ലാ മെമ്പർ ഉണ്ട്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അമ്മേനെ. കാരണം അവർ മരണത്തിന്റെ വക്കിലേക്ക് എത്തിയ ഒരാളാണ്. തൊട്ട് അയൽപ്പക്കക്കാർ പോലും തിരിഞ്ഞു നോക്കാതെ, കുടുംബക്കാർ പോലും തിരിഞ്ഞു നോക്കാതെ എൻ്റെ അമ്മ പോയിട്ട് ശുശ്രൂഷിച്ച് അവരെ ഭേദമാക്കി ഇന്ന് അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നു. അവരെപ്പോഴും അവര് അമ്മയുടെ കാര്യം പറഞ്ഞ് അവര് കണ്ണു നിറയും. ഞാൻ ശ്രീജ ടീച്ചറെ ഓർക്കുകയാണ് ഇവിടെ. അത്തരം ഒരുപാട് നല്ല ആളുകളുടെ സ്നേഹം അമ്മയ്ക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ അമ്പലങ്ങളിലേക്ക് പൂ പറിച്ചിട്ടൊക്കെ അമ്മ വരുമാനങ്ങൾ ഉണ്ടാക്കും. ചെറിയ 10 രൂപ 20 രൂപ 50 രൂപയൊക്കെ ആയിട്ട് അതൊന്ന് എനിക്കും കൊടുന്നു തരാറുണ്ട് കേട്ടോ. അമ്മയ്ക്ക് പെൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതൊന്നും ഒരു പങ്ക് എനിക്ക് തരാറുണ്ട്. ബാക്കി അമ്മയുടെ ചെലവിലേക്കും കാര്യങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ അമ്മയ്ക്ക് മരുന്ന് വാങ്ങാനൊക്കെ മാറ്റിവെക്കും. ഇന്നലെയാണ് ഞാൻ പോയിട്ട് അമ്മയ്ക്കുള്ള മരുന്ന് കടമ്പഴിപ്പുറം സർക്കാർ ആശുപത്രിയിൽ പോയിട്ട് വാങ്ങിയിട്ട് വന്നത്. അപ്പം എന്നാൽ കഴിയുന്നത് അമ്മയെ അങ്ങനെ പൊന്നുപോലെ നോക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് കഴിയണ്ടേ, കാരണം നമ്മുടെ അവസ്ഥകൾ അങ്ങനെയല്ലേ. പക്ഷെ എന്നാലും സംരക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ ഞാനൊരു ഉയരത്തിലെത്തുകയാണെങ്കിൽ അമ്മയെ ഇങ്ങോട്ടും വിടാതെ നല്ല സ്നേഹത്തോടെ പരിചരിക്കും തീർച്ചയായിട്ടും. പക്ഷെ അമ്മ ഈ നടക്കുന്നതാണ് നല്ലത്, കാരണം നമ്മുടെ ആരോഗ്യത്തിന് അതാണ് നല്ലത്. അമ്മ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ തടി വയ്ക്കും, അപ്പം അത് ബുദ്ധിമുട്ടാണ്. എന്തായാലും എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ദിവസത്തിന് വേണ്ടി ആരും കാത്തിരിക്കരുത്. ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ മക്കളാണ്, നമ്മൾ സഹോദരങ്ങളാണ്, അല്ലെങ്കിൽ നമ്മൾ ഭർത്താവും ഭാര്യയൊക്കെയാണ്. കൂടെ ജീവിച്ചവരെ നമ്മൾ ആ ജീവിക്കുമ്പോൾ തന്നെ സ്നേഹം കൊടുക്കുക, അവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുക. കൂടുതലൊന്നും പറയുന്നില്ല. നല്ലത് വരട്ടെ എല്ലാവർക്കും. ഇത് അമ്മ ഇല്ലെങ്കിൽ ഞാനുമില്ല, അതാണ് സത്യം. കാരണം അച്ഛൻ്റെയും അമ്മയുടെയും സഹോദരൻ്റെയും നല്ലൊരു ഗുരുവിൻ്റെ ഒക്കെ സ്ഥാനത്ത് എൻ്റെ അമ്മ തന്നെയാണ്. ഇത് ആരുടെയും കയ്യടി വാങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ അല്ല, മറിച്ച് ഈ ഒരു ദിവസത്തിൻ്റെ പ്രാധാന്യം അത് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പുഴയിൽ മുങ്ങി നനഞ്ഞ ഈറൻ തുണിയോടുകൂടി ഇലക്കേറിൽ ഉരുള വെച്ച് കൈകൊട്ടി വിളിച്ചിട്ട് കാര്യമില്ല, വരില്ല. കാരണം ജീവിച്ചിരിക്കുമ്പോൾ അവരെ നമ്മൾ വേദനിപ്പിച്ചവരാണ് കൂടുതൽ പേരും. എല്ലാവരും എന്ന് പറയുന്നില്ല, നല്ല സ്നേഹമുള്ള മക്കളുണ്ട്, അമ്മയെ അച്ഛനെയൊക്കെ സംരക്ഷിച്ച നല്ല മക്കളുണ്ട് ഇവിടെ ഈ ലോകത്ത്. അവര് കൈകൊട്ടി വിളിക്കണ്ട, അവര് ഇലച്ചീന്തൽ ചോറ് വയ്ക്കുമ്പോൾ തന്നെ ആ ആത്മാക്കൾ വന്നത് എടുത്തിരിക്കും. തീർച്ചയായും ഉള്ളപ്പോൾ സ്നേഹിക്കുക, വിലയറിയുക, മനസ്സിലാക്കുക. മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ ലോകമാണ് നമ്മുടെ, സ്വർഗമാണ് നമ്മുടെ, ജീവിതമാണ് നമ്മുടെ. നിർത്തുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു.